ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി, പക്ഷേ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രാവിലെ കഞ്ഞിയൊക്കെ ഇട്ടു. മീൻ ചാള മീനായിരുന്നു. പിന്നെ സലാഡിനുള്ളത് തൈര്, പിന്നെ സാമ്പാറിന് മലക്കറി ഇത്ര അരിഞ്ഞെടുത്തു. പയർ മെഴുക്ക് പുരട്ടി നാളത്തേക്കാക്കി, അത് മാറ്റി വെച്ചായിരുന്നു. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചു. രാവിലത്തെ അപ്പവും കിഴങ്ങി അറിയായിരുന്നു, പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം നോക്കി എല്ലാം നമ്മൾ ഒരുമിച്ചിട്ടാണ് സാമ്പാറാക്കുന്നത്. ചിലർ പരിപ്പ് ആദ്യം വേവിക്കും, അത് കഴിഞ്ഞിട്ടാണ് കഷ്ണങ്ങളിടുന്നത്. ഞങ്ങളങ്ങനെയല്ല, എല്ലാം ഒരുമിച്ചാണ്. അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി എന്നിവ ചേർക്കും. അങ്ങനെ സാമ്പാർ മസാല ഉണ്ടെങ്കിൽ മസാല ചേർക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ. പിന്നെ മീൻ നമ്മൾ അരപ്പ് അതിലേക്ക് ചേർത്താണ്, ഒരുമിച്ചാണ് അങ്ങനെ കറി വയ്ക്കുന്നത്. പിന്നെ ഞാൻ അല്ലാതെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, അവർ ആദ്യം അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് മീൻ ഇട്ട് കൊടുക്കാറുള്ളത്. ഞങ്ങൾ അങ്ങനെയല്ല, ഇതുപോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഉപ്പ് പരലാണ് ഉപയോഗിക്കുന്നത്. അത് ഉപ്പുറ്റി വേദനയ്ക്കൊക്കെ നല്ലതാണ് പരലുപ്പ്, അതൊക്കെ മാറും. പിന്നെ കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു അടുക്കള, അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കണം. പിന്നെ കുറച്ച് മീനെടുത്ത് പൊരിക്കാനെടുത്തു. അതൊക്കെ ഒന്ന് പൊരിച്ചു ഇത് കഴിഞ്ഞ് ചോറ് തിന്നേണ്ട സമയം ഉച്ചയ്ക്ക്. സാമ്പാർ, പൊരിച്ച മീൻ, സലാഡ്, കറി വെച്ച മീൻ. പിന്നെ അടുക്കളയ്ക്ക് ഒന്ന് ഒതുക്കി പറക്കി. ഇനിയും ഉണ്ട് വൃത്തിയാക്കി, കുറേ വൃത്തിയാക്കി. പിന്നെ വൈകുന്നേരം അവിലും ചായയായിരുന്നു. ഇന്നത്തെ എൻ്റെ ദിവസം ഇത്രയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. വീഡിയോസ് എല്ലാം കാണണം. എല്ലാം ഇഷ്ടപ്പെട്ടാൽ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അത് മട്ട അരിയുടെ അവിലാണ്. പിന്നെ ശർക്കരയല്ല, കരിപ്പട്ടിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങ,